നോക്കിയേ എന്ത് വടി എന്താ നോക്കിയത്? ആ വക്കീലേ, വക്കീല് ഫോൺ വെക്ക്. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. സ്നേഹേ, സ്നേഹേ, സ്നേഹേ. അനഘേ, നീ ചെന്ന് സ്നേഹയോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താച്ചാ വക്കീൽ എന്തിനാ വിളിച്ചേ? സ്നേഹയുടെ സ്റ്റേ ഓർഡർ പിൻവലിക്കാതെ കുഞ്ഞുങ്ങളുടെ പേരിലേക്ക് സ്വത്തുവകകൾ മാറ്റാൻ പറ്റില്ലെന്ന് പറയാൻ. അവളോട് ഞാൻ പറഞ്ഞതാ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കിടയിൽ കയറി നിൽക്കരുതെന്ന്. അവള് കേട്ടില്ല. അച്ഛാ, ഇനി ഈ പേരും പറഞ്ഞ് അവളെ വഴക്ക് പറയണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇതൊന്നും ഇപ്പൊ വേണ്ടാന്ന്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ വീട്ടില് വഴക്കാം. എന്തിനാ വെറുതെ പ്രശ്നങ്ങള്? അതെ അച്ഛാ, നമുക്കിതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിച്ച പോരെ. ഞങ്ങളുടെ മക്കൾക്ക് ഒരു സ്വത്തും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിന്റെ പേരില് ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഈ മക്കളുടെ പേരിൽ വഴക്ക് കൂടുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വിഷമം കൂടുതല്. സ്വത്ത് എഴുതുന്നതും വഴക്കിന്റെയും കാര്യമല്ല മക്കളെ. ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം അവള് കേട്ടില്ല. കേസ് പിൻവലിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവൾ എന്താണത് അനുസരിക്കാത്തതെന്ന് എനിക്കറിയണം. അങ്ങനെ ഈ വീട്ടിൽ എന്റെ ചെലവിൽ ജീവിച്ചുകൊണ്ട് എന്നെ അനുസരിക്കാതെ അവൾ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് എനിക്കറിയണം. അതിന് അവളെ ഞാൻ വിളിപ്പിക്കുന്നത്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണോന്ന് പറയാൻ. വയസ്സാകും തോറും വാക്കിന് വിലയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരച്ഛനായി കഴിയാൻ സേതുമാധവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തീരുമാനിച്ചിട്ടില്ല.